കൊച്ചിയിൽ ഷോൺ ജോർജിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുകയാണ്. സാലി മുഹമ്മദ് തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, ഷോൺ ജോർജ് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് വീണ വിജയനെതിരെ ഉന്നയിക്കുന്നതും ഹൈക്കോടതിയിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നതും. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ചിന് ആധാരം അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഞങ്ങൾ വളരെ മര്യാദയോടുകൂടി തന്നെയാണ് നിന്റെ ഓഫീസിന്റെ മുമ്പിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത നുണകളുമായി വരാനാണ് ഭാവമെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഈ തെരുവീതിയിൽ ഉണ്ടാവുമെന്ന് കൂടി ഞാനിവിടെ പറയുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി ഡിവൈഎഫ്ഐക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. മുഹമ്മദ് ചേരുകയാണ്. സാലി, ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അതിപ്പോൾ പോലീസ് ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വലിയ പ്രതിഷേധമാണ് ഷോൺ ജോർജിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിക്ക് സമീപമുള്ള ഷോൺ ജോർജിന്റെ വക്കീൽ ഓഫീസിൽ ഇതിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തുകയായിരുന്നു. നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചായി ഇവിടേക്ക് എത്തി. തൊട്ടപ്പുറത്ത് ഈ ഓഫീസിന് സമീപത്തായി പോലീസ് അവരെ തടഞ്ഞു. പക്ഷെ അപ്പോൾ തന്നെ ഏതാനും പ്രവർത്തകർ ഓഫീസിന് സമീപത്തായി നിലയുറപ്പിച്ചിരുന്നവർ ഓഫീസിന് നേരെ കരിയോയിലൊഴിച്ചു. ചുരുക്കത്തിൽ പോലീസ് വലിയ ഫോഴ്സ് പ്രയോഗിക്കുന്ന സാഹചര്യത്തിലേക്കുണ്ടായി. ഏതായാലും ഈ കരിയോയിലൊഴിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം യാതൊരു ന്യായീകരണമോ തെളിവുകളോ ഇല്ലാത്ത ആരോപണങ്ങൾ അനാവശ്യമായി ഉന്നയിച്ച് രാഷ്ട്രീയ നേതാക്കളെയും ഭരണാധികാരികളെയും ഒക്കെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഷോൺ ജോർജ് നടത്തുന്നത്. തെളിവുകളില്ല എന്നറിഞ്ഞിട്ടും യാതൊരു തരത്തിലും വസ്തുതാവിരുദ്ധമാണ് എന്ന് വ്യക്തമായിട്ടും വസ്തുതാവിരുദ്ധമാണ് എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നതിന് ശേഷവും അത്തരം ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത് ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും ചട്ടുകമായി ഷോൺ ജോർജ് എന്ന ബി.ജെ.പി നേതാവ് മാറിയ സാഹചര്യമാണ്. അത്തരം അപകീർത്തിപ്പെടുത്തലോ അപവാദം ഉണ്ടാക്കലോ അനുവദിക്കാനാവില്ല. അത്തരം ആളുകളെ ജനങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന മുന്നറിയിപ്പാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നൽകുന്നത്. വലിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയൊരു കൂട്ടം തന്നെ ഹൈക്കോടതിക്ക് സമീപത്ത് നിന്ന് പ്രകടനമായി ഹൈക്കോടതിക്ക് സമീപം തന്നെയുള്ള ഷോൺ ജോർജിന്റെ അഭിഭാഷക വക്കീൽ ഓഫീസിലേക്ക് വരികയായിരുന്നു. വഴിയിൽ മാർച്ച് തടഞ്ഞു. ആ തടഞ്ഞ പോലീസുകാരെ ഭേദിച്ചുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ ഈ വക്കീൽ ഓഫീസിന് മുന്നിലേക്ക് എത്തി. അതിനിടയിൽ തന്നെ ഇവിടെ രഹസ്യമായി തമ്പടിച്ചിരുന്ന വക്കീൽ ഓഫീസിന് മുന്നിൽ തമ്പടിച്ചിരുന്ന ഏതാനും ഡിവൈഎഫ്ഐ പ്രവർത്തകർ വക്കീൽ ഓഫീസിന് മുകളിലേക്ക് കരിയോയിൽ ഒഴിക്കുകയൊക്കെ ചെയ്തു. വക്കീൽ ഓഫീസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഈ പ്രതിഷേധ സാധ്യത കണ്ട് ഓഫീസിലുണ്ടായിരുന്നവർ നേരത്തെ തന്നെ ഓഫീസ് കൂട്ടി സ്ഥലം വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉദ്യോഗസ്ഥരോ അഭിഭാഷകരോ ഷോൺ ജോർജ് അടക്കമുള്ള അഭിഭാഷകരോ ഉണ്ടായിരുന്നില്ല. ഏതായാലും സംഘർഷ സാധ്യത നിലനിന്നു. ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പ്രതിഷേധം പൂർത്തിയാക്കി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മടങ്ങുകയാണ്. ഷോൺ ജോർജിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഷോൺ ജോർജിന്റെ വക്കീൽ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.